ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹരിതയും അതുപോലെ തന്നെ വിക്രമനും കൂടി തന്നെ കാര്യം പ്ലാൻ ചെയ്യാണ്. പെട്ടെന്ന് തന്നെ വസുന്ധരയുടെ വീട്ടിലേക്ക് പോകണം. അവളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനും വരുന്നുണ്ട് അങ്കിൾ, എനിക്ക് ആ വർഷയെ ഒന്ന് കാണണം. എനിക്ക് രണ്ട് ചോദ്യങ്ങൾ അവളോട് ചോദിക്കണം. അവൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാഹുൽ, അത് അവളോട് കൂടി എനിക്ക് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. മോളെ, എല്ലാം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങളുടെ ഈ രാഷ്ട്രീയ ഭാവി തന്നെ നഷ്ടപ്പെടും. ലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ വസുന്ധര അറിയേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിതയും കൂട്ടിക്കൊണ്ട് എന്തായാലും നമ്മുടെ വിക്രമൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹരിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്കിളുടെ ചോരയിൽ പിറന്നിട്ടുള്ളെങ്കിൽ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പോൾ അവളായിരിക്കില്ലേ അങ്കിളിൻ്റെ സ്വത്തിൻ്റെ പാതി അവകാശം. രാഹുലിന് ഫുള്ളായിട്ട് കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കും കിട്ടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ആ മകൾ ഒരിക്കലും ഇങ്ങോട്ട് വരാനായിട്ട് പാടില്ലെന്ന് ഹരിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും കാണിക്കുന്നത് വർഷയും മഞ്ജുവിനെയാണ്. നമുക്കെന്തായാലും അയാൾ പോയി ഒന്ന് കാണാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പം തന്നെ പോവാം, രാഹുൽ എന്തായാലും എണീറ്റിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് രാഹുൽ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. ആ സമയത്ത് ഇവനെ കൊണ്ട് തോറ്റു എന്ന് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. എന്തൊരു കഷ്ടമാണ്, നമുക്ക് എങ്ങോട്ട് പോകാനോ വരാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. ഇന്നും അയാളെ കാണാൻ പറ്റില്ലേ, ഇനിയിപ്പോൾ ഇയാൾ എങ്ങനെ അവിടെ നിന്ന് മാറ്റും? അപ്പോഴത്തേനും ശിവ വരുന്നുണ്ട് കേട്ടോ. എന്താടോ പ്രശ്നം? കണ്ടോ, പ്രശ്നമാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓ വിവേക്, ഓ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ അങ്ങോട്ട് മാറ്റാം. എന്തായാലും ഞാൻ ജോഗിങ്ങിന് പോവാണല്ലോ, അവനെയും കൂട്ടിക്കൊണ്ട് പോവാം. ആ സമയത്ത് നിങ്ങൾക്ക് അയാളെ പോയി കണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. എന്നാൽ പിന്നെ അതായിരിക്കും നടക്കുമോ? നടക്കും, ഞാൻ പോട്ടെ. ആ സമയത്ത് ശിവ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വന്നല്ലോ. അല്ല വിവേക് എന്തിനാ ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യണം? നമുക്ക് നടക്കാം, നടന്നാലല്ലേ നല്ലത്. നല്ല സൂര്യപ്രകാശം രാവിലത്തെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതല്ലേ. വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് ശരീരത്തിൽ കിട്ടില്ലേ. പിന്നെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഒന്നും ലഭിക്കില്ല. അയ്യോ, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എല്ലാം ഉണ്ട്. എന്തായാലും ഇവളുടെ പരിപാടി എന്താ വെച്ചാൽ വർഷയെ ഒന്ന് പറഞ്ഞയക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ നടത്തിത്തരാം എന്ന് മനസ്സിൽ വിവേക് വിചാരിക്കുന്നുമുണ്ട് കേട്ടോ. ആ സമയത്ത് എങ്ങനെ വിളിച്ചിട്ടും വിവേക് അവിടെ നന്നങ്ങുന്നില്ല. ആ സമയത്ത് അഭി വരുന്നുണ്ട്. വിവേകേട്ടാ, ഞാൻ റെഡി, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയാൽ മതി, ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ എക്സസൈസ് നിർത്താൻ പോവാം, ഞാനിവിടെ തന്നെ നിൽക്കാനും പോവാണ്. നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. വിവേകേട്ടനില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ടാ, ഞാൻ വരുന്നില്ല എന്ന രീതിയിൽ തന്നെ ശിവയോട് പറയുന്നുണ്ട്. വിവേക് വരുന്നുണ്ടോ ഇല്ലേ നീ അന്വേഷിക്കേണ്ട, നമുക്ക് പോകും, നമ്മളെന്നും പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അഭിയെ വലിച്ചുകൊണ്ട് ശിവ പോകുന്നു കേട്ടോ. വിവേക് ഉണ്ടല്ലോ, ഇവരുടെ പ്ലാനിങ് ഒന്നും എൻ്റെ മുന്നിൽ നടക്കില്ല. ഇന്ന് ആ സുന്ദരി എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിൽ നിൽക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ ഈ പ്ലാനും പൊളിഞ്ഞു. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ പോയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അഞ്ചു പോകുന്നു. അങ്ങനെ ചന്ദ്രദാസിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് അഞ്ജു എന്ന്. എനിക്കറിയാം, കട്ടപ്പനക്കാരിയല്ലേ അഞ്ജു എന്ന് പറയുന്നുണ്ട്. എന്നെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാലോ. അഞ്ജു പറയുന്നുണ്ട്. വർഷയ്ക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വിവേകിനെ കണ്ട പ്രശ്നമാണ്. അങ്കിൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഞാൻ വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനെന്താ എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിൻ്റെ തോളിൽ കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ. അഞ്ജുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇയാളുടെ പെരുമാറ്റം അത്ര ശരിയല്ല. ആ സമയത്ത് അഞ്ജുവിനെ രക്ഷിക്കാനായിട്ട് വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ട്? എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് ചന്ദ്രദാസ് പറയുന്നുണ്ട് കേട്ടോ. എന്താ നടക്കാൻ ബുദ്ധിമുട്ട്? ഒരു പ്രശ്നവുമില്ല. പിന്നെ ആ പെൺകുട്ടി എവിടെ? നാലാമത്തെ പെൺകുട്ടി അന്ന് റെഡ് സാൻഡിൽ തേച്ചിട്ട് അവളുടെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ല. എന്തെങ്കിലും കാണാലോ. അയ്യോ വിവേകെ, ഇന്നും അവൾ റെഡ് സാൻഡിൽ തേച്ചിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും വരാം നിങ്ങളുടെ കൂടെ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അത് പറ്റില്ല ഇന്ന് ഈ സാറിന് കാണാൻ പറ്റുള്ളൂ അവളെ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതെന്താണോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മല്ലികാക്ക വരുന്നുണ്ട്. താഴെ വലിയ പ്രശ്നം നടക്കുകയാണ് സർ, ഒന്ന് വായു എന്ന് പറയുന്നു. ആ സമയത്ത് അവിടേക്ക് വിക്രമിന് ഹരിതയും വന്നിട്ട് ധനപാലിനോടും അതുപോലെ വസുന്ധരേനോടും സംസാരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാം, ഇനി ഞാനൊരു പ്രശ്നത്തിന് വരുന്നില്ല. വിക്രമൻ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ,
കാരണം എൻ്റെ ലക്ഷ്മി എവിടെയാണെന്നത് എനിക്കറിയണം. അതിനു വേണ്ടി തന്നെയാണ് ഈ ന്യൂസ് ഞാൻ പുറത്തു കൊണ്ടുവന്നതെന്ന് വസുന്ധര പറയുന്നുണ്ട്. ലക്ഷ്മിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവളെ കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്കത് മാത്രം കേട്ടാൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ കൊന്നിട്ടില്ല. ഇനി ഞാൻ അവൾ എവിടെയുണ്ടെന്ന് നിങ്ങളെ വായിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കോളാം എന്ന് വസുന്ധരയും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ന്യൂസ് എല്ലാം പിൻവലിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്മിയെ നിങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് താ എന്ന് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ഞാൻ വിളിച്ച് പറയാം, പറ്റുമോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും സാധിക്കില്ല എന്ന രീതിയിൽ തന്നെ വിക്രമനും പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വിവേകും അതുപോലെ അഞ്ജും വരുന്നുണ്ട്. ആ മിസ്സസ് ആണോ വിവേകിൻ്റെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, അത് അപ്പുറത്തെ വീടുത്തെ കുട്ടിയാണെന്നുള്ളത് വസുന്ധരയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേകും അതുപോലെ ഹരിതയും കൂടി സംസാരിക്കുന്നുണ്ട്. ഹരിത പറയുന്നുണ്ട്, എൻ്റെ അങ്കിളിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പോകണ്ട, കാരണം അങ്കിളിന് അറിയാത്ത കാര്യം പിന്നെ എങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിവേക് നേരെ തിരിച്ച് പറയുന്നുണ്ട്, എടി പെണ്ണെ, നീ കുപ്പിപ്പാൽ കുടിക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ്, ഇതിൽ നീ ഒരുപാട് ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു കേട്ടോ. ആ സമയത്ത് വസുധരയും അതുപോലെ വിക്രമനും കൂടി വാശി കയറി നിൽക്കുന്നുണ്ട്. എൻ്റെ ലക്ഷ്മിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ന്യൂസ് ഒന്നും ഞാൻ പിൻവലിക്കില്ല. നീ മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ നിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത് വിക്രമ നീ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരിക്കും വസുന്ധര, നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ എന്നെ സഹകരിച്ച് പോയിട്ടില്ലെങ്കിൽ വസുന്ധരെ നിൻ്റെ കാര്യം അതോ ഗതി തന്നെയാണെന്ന രീതിയിൽ രണ്ടുപേരും കൂടി വെല്ലുവിളിച്ച് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വീണ്ടും തന്നെ കാണിക്കുന്നത് ഹരിതയും വിക്രമിനെയും തന്നെ കേട്ടോ. എന്തായാലും അങ്കിൾ ആ സ്ത്രീ എന്തായാലും നമ്മുടെ വശത്തേക്ക് വരില്ല, ആ വർഷയെ എനിക്കൊന്ന് കാണണം. രാഹുൽ പറഞ്ഞല്ലോ അവളുടെ സഹോദരിയാണെന്നും കാമുകിയാണെന്നൊക്കെ. ഞാനിന്ന് പോയി അവളോട് സംസാരിക്കട്ടെ. മോളെ, ശിവ നിന്നെ അടിച്ചത് എനിക്ക് ഓർമ്മയില്ലേ? അതെ, അതിനുള്ള പ്രതികാരം കൂടി എനിക്ക് തീർക്കണം. എനിക്ക് അവളെയും കാണണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്നെ വീട്ടിൽ വന്ന് അടിച്ചില്ലേ, അവൾക്ക് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം എന്ന രീതിയിലായിട്ടോ ഹരിതയുടെ സംസാരമൊക്കെ. ആ സമയത്ത് സൂക്ഷിച്ച് വേണം പറഞ്ഞ് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് അവിടേക്ക് ധനപാലനും മല്ലികയും അഞ്ചും വന്ന് നിൽക്കുന്നുണ്ട്. ആ പെണ്ണെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ശിവമോളെ കാണാനായിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ച് പറയുന്നത്, ശിവ അഭി അവിടെ ഇല്ല, അവിടെ ഉള്ളത് വർഷം തന്നെയായിരിക്കും. എന്നാൽ മോളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട മോളെ, മല്ലികയെ കൂടി കൊണ്ടുപോകും, അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ മല്ലികാക്കനെയും കൊണ്ട് അഞ്ചു അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ആ സമയത്ത് വർഷയോട് നമ്മുടെ ഹരിത സംസാരിക്കുന്നുണ്ട്. നീയാണോ ഇപ്പോൾ രാഹുലിൻ്റെ സഹോദരി എന്ന് പറയുന്നുണ്ട്. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് വർഷ എന്നാണ്. രാഹുൽ ചേട്ടൻ എന്നെ സഹോദരി പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പമെന്ന് പറയുന്നുണ്ട്. അല്ല, അവൻ്റെ പിറക്കാതെ പോയ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞു ഫ്രണ്ടാണെന്ന്, ഇതിലെന്താ സത്യം എന്ന് പറയുന്നുണ്ട്. അതോ വിക്രമൻ്റെ മകളാണോ നിങ്ങൾ? ആ ലക്ഷ്മിക്ക് പറഞ്ഞതാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രം മറുപടി പറയുന്നേ ഉള്ളൂ, എൻ്റെ അമ്മയുടെ പേര് അതല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി എന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും രാഹുലിൻ്റെ പേര് പറയുമ്പോൾ മല്ലികാക്ക അഞ്ജുനോട് ചോദിക്കുന്നുണ്ട്, ഏത് രാഹുൽ എന്നാണ് ഇവർ പറയുന്നത് അഞ്ജു എന്ന് പറയുന്നത്. അത് പിന്നെ മല്ലികാക്ക ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, ഞങ്ങൾ വരാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അതിനുശേഷം തന്നെ നമുക്ക് നോക്കാം പ്ലാനിങ് ഒക്കെ എന്തായിരിക്കും എന്നുള്ളതെന്ന്. നീ കണ്ടോ, രാഹുലിനെ എനിക്ക് തന്നെ വേണം എന്ന രീതിയിലാണ് കേട്ടോ ഹരിതയുടെ സംസാരം കാര്യങ്ങളെല്ലാം തന്നെ. എനിക്ക് അപ്പോൾ ഇതിന് വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സഹോദരിയെ പോലെ കണ്ടിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. എന്നാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.